നമസ്കാരം. വീണ്ടും ഒരു ശബരിമല യാത്രയിലേക്ക് സ്വാഗതം. ഞാൻ വിനോദാണ്. വിരാട വിനോദം ദ 60+ യങ്സ്റ്ററിൻ്റെ പുതിയ കാഴ്ചകളിലേക്ക് സ്വാഗതം. നല്ല മഴയുള്ള ഈ ചിങ്ങമാസത്തിലാണ് ഈ ശബരിമല യാത്ര നടത്തിയത്. ഈ കാണുന്നത് പമ്പയാണ്. പമ്പയിലെ ജലനിരപ്പ് അപകടകരമായ നിലയിലാണെന്ന് കളക്ടറുടെ അനൗൺസ്മെൻ്റ് ഉണ്ട്. അതുകൊണ്ട് പമ്പയിൽ ഇറങ്ങി കുളിക്കാനുള്ള അനുവാദം ഇപ്പോഴില്ല. ത്രിവേണി പാലത്തിൽ പമ്പയും മണിമലയാറും കൂടിച്ചേർന്നൊഴുകും. കുറച്ചുകൂടി താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് അച്ചൻകോവിലാറിനെ കാണാം. ഇവിടെയാണ് അച്ചൻകോവിലാറ് പമ്പയോട് ചേരുന്നത്. ത്രിവേണി സംഗമം കഴിഞ്ഞ് വീണ്ടും നമ്മൾ മുമ്പോട്ട് പോവുകയാണ്. പമ്പ ഗണപതിയെ തൊഴുത് ആണ് നമ്മൾ ശബരിമല കയറ്റം ആരംഭിക്കുന്നത്. ഇതാണ് പമ്പ ഗണപതി കോവിൽ. ഈ യാത്രയിൽ വീഡിയോ ഷൂട്ട് ചെയ്യാനൊരു പരിപാടി ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഈ കാലാവസ്ഥയും അതുതന്നെയല്ല, ഇവിടെ ഈ സ്ഥലത്ത് നിന്ന് നീലിമല കയറിയുള്ള യാത്ര നിരോധിച്ചിരിക്കുകയാണ്. കാരണം ആ പാതയിൽ ഒരുപാട് പേര് കഴിഞ്ഞ ദിവസമൊക്കെ ഉരുണ്ട് വീണിരുന്നു, തെന്നി വീണിരുന്നു എന്നൊക്കെ പറയുന്നു. അതുകൊണ്ട് എല്ലാവരെയും സ്വാമി അയ്യപ്പൻ റോഡിലൂടെയാണ് ഇന്ന് ശബരിമലയിലേക്ക് കടത്തി വിട്ടിരിക്കുന്നത്. സ്വാമി അയ്യപ്പൻ റോഡിൽ സ്റ്റെപ്പുകളില്ല, കയറ്റങ്ങൾ മാത്രമേ ഉള്ളൂ, ചെരിഞ്ഞ പ്രദേശങ്ങൾ മാത്രമേ ഉള്ളൂ. അവിടെ ധാരാളം ഹെയർ പിന്നുകളുണ്ട്. എത്ര ഹെയർ പിന്നുകളുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാലും ധാരാളം ഹെയർ പിന്നുകൾ ചുറ്റിയാണ് നമ്മൾ ശബരിമലയിലേക്ക് പോകേണ്ടത്. ഒരു ആംബുലൻസ് ചീറിപ്പാഞ്ഞു വരുന്നു. ഇന്നത്തെ ഈ യാത്ര അനുഭവിച്ചറിയേണ്ടത് തന്നെയാണ്. ഇടയ്ക്ക് നല്ല മഴ പെയ്യും. മഴയത്ത് കോട്ടിട്ടും അല്ലാതെയും കുട ചൂടിയും ഒക്കെയാണ് അയ്യപ്പന്മാർ കയറിക്കൊണ്ടിരുന്നത്. ഈ ചിങ്ങമാസത്തിൽ ചിങ്ങം 2-ാം തീയതിയാണ് ഈ യാത്ര നടത്തിയത്. 1-ാം തീയതി അതിഭയങ്കരമായ തിരക്കായിരുന്നു ഇവിടെ എന്നാണ് പറയുന്നത്. ഇന്ന് വളരെ വളരെ ആസ്വദിച്ച് ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷത്തിലൂടെ ബഹളങ്ങളൊന്നുമില്ലാതെ, ആകെ ബഹളങ്ങളുണ്ടാകുന്നതിനിടയ്ക്ക് വരുന്ന ട്രാക്ടറുകളും ടോളികളുമാണ്. മറ്റ് ബുദ്ധിമുട്ടുകളൊന്നുമില്ലാതെ നമുക്ക് സുഖമായിട്ട് അയ്യപ്പനെ ദർശിക്കാനായിട്ട് പോകാവുന്ന ഒരു കാലാവസ്ഥയായിരുന്നു. അതുകൊണ്ടാണ് ആ കാഴ്ചകൾ നിങ്ങളെ കാണിക്കണമെന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാൻ രണ്ടാമത് ഈ വീഡിയോ ഷൂട്ട് ചെയ്യാൻ തീരുമാനിച്ചത്. കൂടുതൽ പറയുന്നില്ല. എൻ്റെ ഒപ്പം ശരണം വിളിച്ച് അയ്യപ്പൻ്റെ മുമ്പിലേക്ക് എത്തുക, അനുഗ്രഹങ്ങൾ വാങ്ങിക്കുക, ആസ്വദിക്കുക. ഞങ്ങൾ 3 പേർ ഒന്നിച്ചാണ് ഇന്ന് ശബരിമലയ്ക്ക് പോകുന്നത്. പ്രകാശേട്ടനും നിരേന്ദ്രൻ സാറും ഈ 2 സ്വാമിമാരുമാണ് എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നത്. ഞങ്ങൾ ഇടയ്ക്ക് ഗ്ലൂക്കോസൊക്കെ വാങ്ങി തിന്നാണ് ഈ യാത്ര നടത്തിയത്. കൂടുതൽ വിശദീകരിക്കുന്നില്ല. ഈ യാത്രയിൽ ഞങ്ങളോടൊപ്പം തീർച്ചയായും നിങ്ങൾ ഇവിടെ വരിക. അയ്യപ്പ സന്നിധിയിലേക്ക് നമുക്ക് ഒന്നിച്ചു പോകാം. ഇത് 11-ാമത്തെ വളവാണെന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് 2.15 കിലോമീറ്റർ ദൂരമുണ്ടെന്നും ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്വാമി അയ്യപ്പൻ റോഡും ചെന്ന് കയറുന്നത് മരക്കോട്ടത്തിലാണ്. മരക്കോട്ടത്തു നിന്ന് ഒറ്റ സന്നിധാനം വരെ ഒറ്റ വഴിയാണ്. മഴ പെയ്തു തുടങ്ങി. മഴയത്ത് മിസ്റ്റ് വന്ന് കണ്ണു കാണാൻ മേലാതായതാണ്.
നല്ല മഴ തുടങ്ങി കേട്ടോ. എല്ലാവരും തന്നെ കോട്ടൊക്കെ ഇട്ട് തുടങ്ങി. ഞാനും ഇട്ടു ഒരു കോട്ട്. ഇതാണ് മരക്കൂട്ടം. മരക്കൂട്ടത്തു നിന്ന് ഇവിടുന്ന് 20 മിനിറ്റ് കൊണ്ട് നമുക്ക് സന്നിധാനത്ത് എത്താനായിട്ട് സാധിക്കും. ഇവിടെ നിന്നും സന്നിധാനത്തേക്ക് 700 മീറ്റർ എന്നാണ് എഴുതി വച്ചിരിക്കുന്നത്. എന്താണേലും ശരണം വിളിച്ച് ആവേശത്തോടു കൂടി നമുക്ക് പോവാം. ഇവിടെ നിന്നും സന്നിധാനത്തിൻ്റെ കാഴ്ചകളൊക്കെ കാണാം. മഴ പെയ്യുന്നത് കൊണ്ടും വീണ് കിടക്കുന്നത് കൊണ്ടാണ് നമുക്ക് കാണാൻ പറ്റാത്തത്. സന്നിധാനത്തിലേക്കുള്ള നടപ്പാതയാണ്. നമ്മൾ വലിയ നടപ്പന്തലിലെത്തി. ഇവിടെ നിന്ന് സന്നിധാനത്തിൻ്റെ ആദ്യ ദർശനം. അങ്ങനെ ഞങ്ങൾ സിവിൽ ദർശനത്തിനുള്ള ക്യൂവിൽ കയറിപ്പറ്റി. ഇനി സ്വാമിയെ ദർശിക്കുകയാണ്. മൊബൈൽ തൽക്കാലം പോക്കറ്റിലേക്ക് വെച്ചു. ഇത് ശ്രീകോവിലിൻ്റെ പിറകുവശത്താണ്. ഇവിടെ നമുക്ക് ഷൂട്ടിന് ഇപ്പോൾ കുഴപ്പമില്ലെന്ന് തോന്നുന്നു. എന്താണെങ്കിലും നമ്മൾ ഷൂട്ട് ചെയ്തു. എല്ലാവരും തന്നെ സെൽഫിയും ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ മാളികപ്പുറത്തെത്തി. മാളികപ്പുറത്ത് ദർശനവും കഴിഞ്ഞ് വീണ്ടും താഴെ വന്ന് തേങ്ങയടിക്കുന്ന ഇറങ്ങിപ്പോകുന്ന സ്വാമിമാർ തേങ്ങയടിച്ച് പോകുന്ന സ്ഥലമാണിത്. സന്നിധാനത്തിന് താഴ്വശം 18-ാം പടിയുടെ വലതുവശമാണ്. ഇതാണ് 18-ാം പടിയുടെ നേരിട്ടുള്ള ദർശനം. ഈ ഗോപുരമൊക്കെ അല്ലെങ്കിൽ ഈ പന്തലൊക്കെ ഈ അടുത്ത നാളിലുണ്ടാക്കിയതാണ്. അധികം പഴക്കമായിട്ടില്ല. ഇതിനു മുമ്പ് ഞാൻ 2 വീഡിയോ ശബരിമലയുടെ ചെയ്തിട്ടുണ്ട്. തീർച്ചയായും നിങ്ങൾ അതും കൂടെ ഒന്ന് കാണുക. സ്വാമി അയ്യപ്പൻ റോഡ് വഴിയിലൂടെയുള്ള യാത്രയുടെ വീഡിയോ ഇത് ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. ഇതാണ് സന്നിധാനത്തിന് മുമ്പുള്ള ആഴി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മടിക്കാതിരിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. വീണ്ടും അടുത്ത വീഡിയോയുമായിട്ട് വരുന്നതുവരെ എല്ലാവർക്കും നന്ദി.